Welcome back. +2 Botany strategies for enhancement in food production previous questions ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Johnny, a +2 student from a tribal colony with a lower level of vitamin, minerals and protein deficiency, he wishes to be a plant breeder to help the public by producing new crops with a high level of vitamin, minerals, protein, etc. Identify the phenomena. അപ്പോൾ ജോണി എന്ന പേരുള്ളൊരു കുട്ടി, അവൻ എന്താണ് ട്രൈബൽ കോളനിയിൽ പെട്ടതാണ്. സോ അവന് വൈറ്റമിനും മിനറലും പ്രോട്ടീനും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു പബ്ലിക്കിന് വേണ്ടി എന്ത് ചെയ്യാണ്, ന്യൂ വെറൈറ്റി ഓഫ് പ്ലാന്റ് ബ്രീഡിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല ഹൈ ലെവൽ ഓഫ് വൈറ്റമിനും മിനറലും പ്രോട്ടീൻ കണ്ടൻ്റ് ഒക്കെ വേണം. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ബയോ ഫോർട്ടിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In mid-1960s, as a result of various plant breeding techniques, there was a drastic increase in fruit production in our country. These phases is often referred as, അതായത് 1960s എന്താണ് പ്ലാന്റ് ബ്രീഡിങ് ടെക്നിക്സ് ഒരുപാട് കൂടിയപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരുപാട് ഇൻക്രീസ് ഇൻ ഫ്രൂട്ട് പ്രൊഡക്ഷൻ ഉണ്ടായി. സോ ഈ ഒരു ഫേസിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫേസിന് പറയുന്ന പേരെന്താണ്? ഗ്രീൻ റെവല്യൂഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടിഷ്യൂ കൾച്ചർ ഈസ് എ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റം ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ടിഷ്യൂ കൾച്ചർ. സയൻറ്റിസ്റ്റ് ഇൻ എ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാണ്ടഡ് ടു പ്രൊഡ്യൂസ് എ ഹൈബ്രിഡ് ഓഫ് പൊട്ടാറ്റോ ആൻഡ് ടൊമാറ്റോ. അപ്പോൾ പൊട്ടാറ്റോയും ടൊമാറ്റോയും കൂടെ കൂടിയിട്ടുള്ളൊരു ഹൈബ്രിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് തീരുമാനിക്കുകയാണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് എ ഹൈബ്രിഡ്? അപ്പോൾ ഇങ്ങനെ ഒരു ഹൈബ്രിഡ് മേക്ക് ചെയ്യാൻ പോസിബിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇഫ് പോസിബിൾ എക്സ്പ്ലെയിൻ ഹൗ. പോസിബിൾ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഹൈബ്രിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എഴുതണം. അപ്പോൾ ഇങ്ങനത്തെ ഹൈബ്രിഡിന് പറയുന്ന പേരെന്താണ്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? ദ ഐസൊലേറ്റഡ് സെൽ ഫ്രം ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോ ആർ കൺവേർട്ടഡ് ഇൻ ടു നേക്ഡ് പ്രോട്ടോപ്ലാസ്റ്റ് ബൈ ഡൈജസ്റ്റിംഗ് ദ സെൽ വാൾ. അപ്പോൾ സെൽ വാളിന് ഡൈജസ്റ്റ് ചെയ്തെങ്ങാണ്ട് എന്ത് ചെയ്യും? ഈ ഒരു രണ്ടിന്ന് കിട്ടിയ ഐസൊലേറ്റഡ് സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രോട്ടോപ്ലാസ്റ്റിനെ നേക്ഡ് ആക്കും. ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ദ ടു പ്ലാന്റ് ആർ ഫ്യൂസ്ഡ് ടു ഗെറ്റ് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് വിച്ച് ഈസ് ഫർദർ ഗ്രോൺ ഇൻ ടു ഫോം എ ന്യൂ പ്ലാന്റ്. അപ്പോൾ ഈ ഐസൊലേറ്റ് ചെയ്ത പ്രോട്ടോപ്ലാസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് അത് പിന്നെ ലാസ്റ്റ് എന്തായി മാറും? ഒരു പുതിയ പ്ലാന്റായി മാറും. സൊമാറ്റിക് ഹൈബ്രിഡ് ഓഫ് ടൊമാറ്റോ ആൻഡ് പൊട്ടാറ്റോ ഈസ് ഓഫൺ കാൾഡ് പൊമാറ്റോ. അപ്പോൾ ഇങ്ങനെ ടൊമാറ്റോയിൽ നിന്നും പൊട്ടാറ്റോയിൽ നിന്നും രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡിൻ്റെ പറയുന്ന പേരാണ് എന്ത്? പൊമാറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാംസിംഗ് ഈസ് എ കൺവെൻഷണൽ വീറ്റ് ബ്രീഡർ. വൺ ദ പ്രോമിസിംഗ് വീറ്റ് വെറൈറ്റി ഈസ് ഫൗണ്ട് ടു ബി സസ്പെക്റ്റബിൾ ടു ലീഫ് റസ്റ്റ്. അപ്പോൾ റാംസിംഗ് എന്ന് പറയുന്ന ആളെന്താണ്? ഒരു വീറ്റ് ബ്രീഡറാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയൊരു വെറൈറ്റിയിൽ എന്തായി? ലീഫ് റസ്റ്റ് കാണുന്നുണ്ട്. വാട്ട് ബ്രീഡ് സ്റ്റെപ്പ് ഹി വിൽ അഡോപ്റ്റ് ടു മേക്ക് ഹിസ് ഒറിജിനൽ പ്രോമിസിങ് വെറൈറ്റി റെസിസ്റ്റൻറ്റ് ടു ലീഫ് റസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ലീഫ് റസ്റ്റ് ഉള്ള ആ ഒരു ഇതിന് എതിരായിട്ടുള്ള ആ ഒരു അസുഖത്തിന് റെസിസ്റ്റ് ചെയ്യുന്ന പുതിയൊരു ബ്രീഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സ്റ്റെപ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രീഡിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്ക്രീനിങ് ജെംപ്ലാസം, ദെൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് സെലക്ടഡ് പാരൻസ്, സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹൈബ്രിഡ്, ടെസ്റ്റിംഗ് ആൻഡ് റിലീസിംഗ് ഓഫ് ന്യൂ വെറൈറ്റി. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റെപ്പാണ് എന്തിന്? ബ്രീഡ് സ്റ്റെപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് 1000 ഓഫ് പ്ലാനറ്റ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ് കാൾഡ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴി 1000 ഓഫ് പ്ലാനറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക? മൈക്രോ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദീസ് പ്ലാനറ്റ്സ് വിച്ച് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ. അപ്പോൾ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പ്ലാനറ്റിന് പറയുന്ന പേരെന്താണ്? സൊമാക്ലോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബീങ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് പീപ്പിൾ പ്ലാനിംഗ് പ്രോഗ്രാം ഓഫ് യുവർ പഞ്ചായത്ത് സജസ്റ്റ് 2 കോമൺ ഫ്രഷ് വാട്ടർ ഫിഷസ് ടു ഗ്രോൺ ഇൻ ദ ഫ്രഷ് വാട്ടർ ഫിഷറി പ്രോജക്റ്റ് അണ്ടർ ബൈ യുവർ പഞ്ചായത്ത്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് നടക്കുകയാണ്? ഒരു ഫിഷറി പ്രോജക്റ്റ് നടക്കുകയാണ്. അപ്പോൾ 2 കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രഷ് വാട്ടർ ഫിഷസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാ? കട്ട്ല ആൻഡ് റോഹു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the tomato plant of your village are virus affected, which part of the plant would you recommend to culture for virus free plant? അപ്പോൾ വൈറസ് ഫ്രീ പ്ലാന്റിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ഉണ്ടായ പ്ലാന്റ് ഏത് പാർട്ടാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? ഏത് പാർട്ടാണ് സജസ്റ്റ് ചെയ്യുക? മെരിസ്റ്റം അല്ലെങ്കിൽ ഷൂട്ട് ടിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റീജനറേഷൻ ഓഫ് വോൾ പ്ലാന്റ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഗ്രോൺ അണ്ടർ സെലക്ടഡ് സ്റ്റെറൈൽ കണ്ടീഷൻ ഈസ് കാൾഡ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? The general term for the plant of the part of the plant taken out for tissue culture is. അപ്പോൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് പാർട്ടിന് പറയുന്ന പേരെന്താണ്? എക്സ് പ്ലാന്റ്. ബി ക്വസ്റ്റ്യൻ. ദ കപ്പാസിറ്റി ടു ജനറേറ്റ് എ വോൾ പ്ലാന്റ് ഫ്രം പ്ലാന്റ് ഈസ്. അതായത് ഒരു വോൾ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റ് പാർട്ടിൽ ഒരു പ്ലാന്റ് സെല്ലിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരെന്താണ്? ടോട്ടിപ്പൊട്ടൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജു വെൻ ടു റൈസ് റിസർച്ച് സ്റ്റേഷൻ ഓൺ ഹിസ് സ്റ്റഡി ടൂർ. അപ്പോൾ രാജുവിൻ്റെ സ്റ്റഡി ടൂറിന് അവൻ എവിടെ പോയി? റൈസ് റിസർച്ച് സെൻറ്ററിൽ പോയി. There he noticed a scientist working on rice plant using scissors and forceps. അപ്പോൾ ഫോർസെപ്സും സിസർ യൂസ് ചെയ്ത് കണ്ട ഒരു സയൻറ്റിസ്റ്റ് എന്താണ്? റൈസ് പ്ലാന്റിൽ വർക്ക് ചെയ്യാണ്. To his surprise, he saw the scientist over covering
ദ ഇൻഫ്ലോറസെൻസ് വിത്ത് പേപ്പർ ബാഗ്. അപ്പോൾ അവൻ എന്ത് കണ്ടു? പേപ്പർ ബാഗ് വെച്ചിട്ട് ഈ ഒരു സയൻറ്റിസ്റ്റ് ഇൻഫ്ലോറസെൻസിനെ കവർ ചെയ്യുന്നുണ്ട്. നെയിം ദ പ്രോസസ് ടെക്നിക് ദ സയൻറ്റിസ്റ്റ് വാസ് ഡൂയിങ്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് ഏത് ടെക്നിക്കാണ് ചെയ്യുന്നതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഇതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ അല്ലെങ്കിൽ ബാഗിങ്. ബി ക്വസ്റ്റ്യൻ, നെയിം ദ പർപ്പസ് ഓഫ് ദീസ് ടെക്നിക്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് എന്താണ് അതിൻ്റെ പർപ്പസ്? ഇറ്റ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ദ കണ്ടാമിനേഷൻ ഓഫ് അൺവാണ്ടഡ് പൊള്ളൻ. അപ്പോൾ അൺവാണ്ടഡ് പൊള്ളൻ എന്ത് ചെയ്യില്ല? ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലോറസെൻസിൽ വരത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റീഡ് ലൈക്ക് ദിസ്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൺവെൻഷണൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ലൈക്ക് സീരിയൽസ്, പൾസസ് ആൻഡ് അതർ സീഡ്സ് മേ നോട്ട് ബി ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ഫുഡ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ ഒരുപാട് കൂടുന്നത് കൊണ്ട് തന്നെ സീരിയൽസും പൾസസും അത്യാവശ്യത്തിന് കിട്ടുന്നില്ല അല്ലേ. സോ ഫോക്കസ് ഹാസ് ടു ബി ഷിഫ്റ്റ് ടു ആൾട്ടർനേറ്റ് ഫുഡ് സോഴ്സസ് ലൈക്ക് SCPs. അപ്പോൾ ഇതുപോലെ ഒരു ആവശ്യത്തിനുള്ള അതിൽ നിന്നും നമുക്ക് വൈറ്റമിനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? SCPയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് SCPs എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീനാണ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ആൾട്ടർനേറ്റ് ഫുഡ് സോഴ്സ് ഹ്യൂമൻ കൺസപ്ഷൻ. അപ്പോൾ ഇതിൽ ഒരുപാട് വൈറ്റമിനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുന്നത്. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് SCP. ഒരു SCPക്ക് എക്സാമ്പിൾ ആരാണ്? സ്പൈറുലിന. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് SCP കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ദേ ആർ പ്രോട്ടീൻ റിച്ച് ഫുഡ് ബിസൈഡ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് മിനറൽസ്. കാർബോഹൈഡ്രേറ്റും ഫാറ്റും മിനറലും കൂടാതെ എന്താണ്? പ്രോട്ടീൻ റിച്ച് ആണ് ഈ ഒരു SCPs. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂഡ് ഇൻബ്രീഡിംഗ് യൂഷ്വലി റെഡ്യൂസസ് ഫെർട്ടിലിറ്റി ആൻഡ് കോസസ് നോൺ പ്രൊഡക്ടിവിറ്റി. ദിസ് ഈസ് കാൾഡ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് ചെയ്താൽ എന്താണ്? പ്രൊഡക്ടിവിറ്റി ഫെർട്ടിലിറ്റിയോ കുറയും. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താണ്? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീ കീപ്പിംഗ് റിക്വയർ സം സ്പെഷ്യലൈസ്ഡ് നോളേജ് ഫോർ സക്സസ്. അപ്പോൾ ബീ കീപ്പിംഗ് നടത്തുമ്പോൾ എന്താണ്? കുറച്ച് നോളജൊക്കെ എല്ലാം അറിയേണ്ടതുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ ആൾട്ടർനേറ്റ് നെയിം ഫോർ ബീ കീപ്പിംഗ്? അപ്പോൾ ഈ ബീ കീപ്പിങ്ങിന് പറയുന്ന പേരെന്താണ്? ആപ്പിക്കൾച്ചറാണ്. ബി ക്വസ്റ്റ്യൻ, ഗീവ് യുവർ സജഷൻ ഫോർ സക്സസ്ഫുൾ ബീ കീപ്പിംഗ്. അപ്പോൾ ബീ കീപ്പിംഗ് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻ. അപ്പോൾ എങ്ങനെയൊക്കെ അതിന് ബീ കീപ്പ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എന്തൊക്കെ എഴുതാം? നോളേജ് ഓഫ് ദ നേച്ചർ ആൻഡ് ദ ഹാബിറ്റ് ഓഫ് ബീ. അപ്പോൾ ഈ ബീൻ്റെ ഹാബിറ്റാറ്റും അതിൻ്റെ നേച്ചറും ഒക്കെ നമുക്കറിയണം. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ദ ബീ ഹൈഫ് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ബീസ്. അപ്പോൾ നല്ല ഗ്രൂപ്പ് ഓഫ് ബീസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാച്ച് ചെയ്യണം. മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺ. ഓരോ സീസണിലും എങ്ങനെ ഈ ബീ ഹൈഫിനെ മാനേജ്മെൻറ്റ് ചെയ്യണം നമുക്കറിയണം. ഹാൻഡ്ലിങ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ്. ഹണിയും ബീ വാക്സും എന്താണ്? കറക്റ്റായിട്ട് എങ്ങനെയാണ് അതിന്ന് ബീ വാക്സ് എടുക്കുക അല്ലെങ്കിൽ ഹണി എടുക്കുക എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണം. നെക്സ്റ്റ് വൺ, പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദ സിസ്റ്റമാറ്റിക് വേ ഇൻ റിസർച്ച് ഓർഗനൈസേഷൻ. എക്സ്പ്ലെയിൻ മെയിൻ സ്റ്റെപ്പ് ഇൻ ബ്രീഡിംഗ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറ്റിക് വെറൈറ്റി. അപ്പോൾ പുതിയ ജനറ്റിക് വെറൈറ്റീനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റെപ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെ സ്റ്റെപ്പാണ്? കളക്ഷൻ ഓഫ് വാരിയബിലിറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരൻറ്റ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്ടഡ് പാരൻറ്റ്സ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫോർ സുപ്പീരിയർ റീകമ്പിനൻസ്, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? വാരിയബിലിറ്റിനെ കളക്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പാരൻസിനെ സെലക്ട് ചെയ്യണം അല്ലേ. നല്ല പാരൻസിനെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ബ്രീഡ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തും ആ സെലക്റ്റഡ് പാരൻസിൽ വെച്ചിട്ട്. പിന്നെ എന്ത് ചെയ്യും? സെലക്ഷനും ടെസ്റ്റിംഗ് ഒക്കെ നടക്കും. നല്ലത് ഏതാണ്, സുപ്പീരിയർ റീകോമ്പിനൻ്റ് ഏതാണ് സെലക്ട് ചെയ്യും. ശേഷം ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MYT ഈസ് എ പ്രോഗ്രാം ഫോർ ഹെഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സ്പാൻഡ് MYT. എന്താണ്? MYTൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയാണ് MYT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ് ആനിമൽ for 4 to 6 generation produce progeny with reduced fertility and productivity. What measure can be taken to improve the fertility and productivity of a progeny? ഒരു പ്രോജനിയുടെ ഫെർട്ടിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താ വരിക? ദ സെലക്ടഡ് ആനിമൽ ഓഫ് ദ ബ്രീഡിംഗ് പോപ്പുലേഷൻ ഷുഡ് ബി മേറ്റഡ് വിത്ത് അൺഡിലേറ്റഡ് സുപ്പീരിയർ ആനിമൽ ഓഫ് ദ സെയിം ബ്രീഡ്. അപ്പോൾ സെയിം ബ്രീഡിലെ സുപ്പീരിയർ ആനിമലാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ദിസ് ഈസ് യൂഷ്വലി ഹെൽപ്പ് ടു റീസ്റ്റോർ ഫെർട്ടിലിറ്റി ആൻഡ് ഈൽഡ്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉപകാരം? ഈ ഫെർട്ടിലിറ്റിയും ഈൽഡൊക്കെ നമുക്ക് കൂടുതലായിട്ടും കിട്ടും. ദ ഓഫ്സ്പ്രിംഗ് ഓഫ് സച്ച് എ മേറ്റിംഗ് ഈസ് നോൺ ആസ് ഔട്ട് ക്രോസ്. അപ്പോൾ ഇങ്ങനെ മേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഔട്ട് ക്രോസ് ആണ്. എ സിംഗിൾ ഔട്ട് ക്രോസ് ഹെൽപ്പ് ടു ഓവർകം ഇൻബ്രീഡ് ഡിപ്രഷൻ. ഇങ്ങനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഔട്ട് ക്രോസ് ബ്രീഡിംഗ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, crops are completely used up and hence genetic variation are to be created for crop improvement. Suggest any one method for creating genetic variation. ഇപ്പോൾ ജനറ്റിക് വേരിയേഷൻ ഉള്ള ക്രോപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് എഴുതാം? മ്യൂട്ടേഷൻ ബ്രീഡിങ് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യ ഗോട്ട് എ പ്ലാന്റ് വിച്ച് വാസ് അഫക്റ്റഡ് വിത്ത് എ വൈറൽ ഡിസീസ്. അപ്പോൾ വിദ്യയ്ക്ക് ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്, അതിൽ എന്താണ്? വൈറൽ ഡിസീസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
ഹർ ഒബ്ജക്റ്റീവ് ഈസ് ടു റൈസ് എ ഡിസീസ് ഫ്രീ പ്ലാന്റ് ഫ്രം ദ ഇൻഫെക്റ്റഡ് പ്ലാന്റ് ത്രൂ ദ ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴി ഇവർക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പ്ലാന്റിൽ നിന്നും നല്ലൊരു ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിനെ സെലക്ട് ചെയ്യണം. എ ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഷുഡ് ബി സെലക്ടഡ് ആസ് ദ എക്സ്പ്ലാന്റ്. അപ്പോൾ എക്സ്പ്ലാന്റ് ആയിട്ട് നമ്മൾ ഏതൊരു പാർട്ടാണ് സെലക്ട് ചെയ്യുക? ഷൂട്ട് ടിപ്പാണ് സെലക്ട് ചെയ്യുക. ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ മെരിസ്റ്റം സെലക്ട് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ റീസൺ ഫോർ ദ സെലക്ഷൻ ഓഫ് ദീസ് പാർട്ട് ആസ് ദ എക്സ്പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പാർട്ട് എക്സ്പ്ലാന്റായി സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഈ ഷൂട്ട് ടിപ്പ് എന്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്? കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആർ നോട്ട് പ്രസൻറ്റ്. അപ്പോൾ ഈ ഷൂട്ട് ടിപ്പിൽ എന്തില്ല? കണ്ടക്റ്റിംഗ് ടിഷ്യൂ ഇല്ല. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, plant breeding involve technique for manipulating plants in order to create the desired plant types. State the step involved in the production of a new genetic variety of crop. അപ്പോൾ ഒരു പുതിയ ജനറ്റിക് വെറൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണുള്ളത്. നെക്സ്റ്റ് വൺ, ദ ലോക്കൽ പീപ്പിൾ ഇൻ എ വില്ലേജ് വാണ്ടഡ് ടു പ്രൊഡ്യൂസ് എ ക്രോപ്പ് വിത്ത് ഇംപ്രൂവ്മെൻറ്റ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. അപ്പോൾ ഒരു വില്ലേജിലെ പീപ്പിൾ എന്ത് തീരുമാനിച്ചു? നല്ല ഇംപ്രൂവ്മെൻറ്റ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഉള്ളൊരു പുതിയ പ്ലാന്റ് ബ്രീഡ് ചെയ്യാൻ തീരുമാനിച്ചു. വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ് ടു ബി ഇൻക്ലൂഡഡ് ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി. അപ്പോൾ ന്യൂട്രീഷൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന്. ഫസ്റ്റ് എന്താണ്? പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. പ്രോട്ടീൻ കണ്ടൻറ്റും ക്വാളിറ്റിയും വേണം. ഓയിൽ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി. ഓയിൽ കണ്ടൻറ്റും വേണം അല്ലേ. വിറ്റാമിൻ കണ്ടൻറ്റ് വേണം. പിന്നെ എന്താണ്? മൈക്രോ ന്യൂട്രിയൻ ആൻഡ് മിനറൽ കണ്ടൻറ്റ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുള്ളൂ? ഒരു ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആവത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ഒബ്സർവ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ഇൻ ദ സെക്കൻഡ്. ഇപ്പോൾ ക്രോപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വെറൈറ്റി കൊടുത്തിട്ടുണ്ട്, ഏത് അസുഖത്തിനാണ് അത് റെസിസ്റ്റൻ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചില്ലി കൊടുത്തിട്ടുണ്ട്, ചില്ലീൻ്റെ 2 വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിസീസ് ചില്ലിയോ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഡിസീസിൽ നിന്നും ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രാസിക്ക കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ വെറൈറ്റി നമ്മൾ എഴുതണം. വൈറ്റ് റസ്റ്റ് എന്നാണ് ഹെൽപ്പ് ചെയ്യുക. അടുത്തതിൽ ഫ്ലാറ്റ് ബീൻ കൊടുത്തിട്ടുണ്ട്, പ്യൂസ സവാനിയാണ് അതിൻ്റെ വെറൈറ്റി. അപ്പോൾ ഏതൊക്കെ പെസ്റ്റാണ്? ഇൻസെക്റ്റ് ആയിട്ടുള്ള ജാസിഡ്, ഫ്രൂട്ട് ബോർഡർ ആൻഡ് ആഫിഡ്സ് എന്നൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഒക്ര ഏത് വെറൈറ്റിയാണ് ഉണ്ടാവുക? ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബ്രോഡർ ഡിസീസിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെറൈറ്റി അതായത് അപ്പോൾ ആൻസർ എന്താ? പൂസ സ്വർണിമാണ് എന്തിൻ്റെ? ബ്രാസിക്കയുടെ. ഒക്രയുടെ ആണെങ്കിൽ പൂസ സ്വാനി. ഇപ്പോൾ ടേബിൾ 9.1 കൊടുത്തിട്ടുണ്ട് ക്രോപ്പും വെറൈറ്റി റെസിസ്റ്റൻറ്റ് ഡിസീസൊക്കെ. അപ്പോൾ അത് നന്നായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ടേബിൾ 9.2 എന്തുണ്ട്? ക്രോപ്പ് കൊടുത്തിട്ടുണ്ട്, വെറൈറ്റി കൊടുത്തിട്ടുണ്ട്, ഏത് ഇൻസെക്റ്റ് പെസ്റ്റ് എന്നാണ് അത് ഹെൽപ്പ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻ എ ഡിബേറ്റ് വൺ ഓഫ് ദി സ്പീക്കർ റിപ്പോർട്ടഡ് ലൈക്ക് ദിസ്. അപ്പോൾ ഒരു ഡിബേറ്റിൽ ഒരു സ്പീക്കർ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ് ലീഡ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പോൾ ഒരുപാട് ടൈംസിൽ ഇൻബ്രീഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരുന്നതാണ് പറയുന്നത്. ഇഫ് സോ ഡിഫൈൻ ദ ഫോളോയിങ്. അങ്ങനെയാണെങ്കിൽ ഔട്ട് ക്രോസും ക്രോസ് ബ്രീഡിങ്ങും എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഔട്ട് ക്രോസ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് മേറ്റിംഗ് ഓഫ് ആനിമൽ വിത്ത് സെയിം ബ്രീഡ്. അപ്പോൾ സെയിം ബ്രീഡ് എന്നാണ് എന്ത് ചെയ്യുക? മെയ്റ്റ് ചെയ്യുക. ബട്ട് ഹാവിങ് നോ കോമൺ ആൻസിസ്റ്റർ ഓൺ ഈതർ സൈഡ് ഓഫ് ദ ഡിഗ്രി അപ് ടു 4 to 6 ജനറേഷൻ. 4 to 6 ജനറേഷനിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവത്തില്ല. ദ ഓഫ്സ്പ്രിങ് ഓഫ് സച്ച് എ മേറ്റിംഗ് ഈസ് നൗൺ ആസ് ഔട്ട് ക്രോസ്. അപ്പോൾ ഇങ്ങനെ മേറ്റിംഗ് ചെയ്യുന്നതില്ല ഓഫ്സ്പ്രിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? ഔട്ട് ക്രോസ്. B1 ക്രോസ് ബ്രീഡിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രോസ് ബ്രീഡിംഗ് എന്താണ്? ഇൻ ദിസ് ദ സുപ്പീരിയർ മെയിൽ ഓഫ് വൺ ബ്രീഡ് ആർ മേറ്റഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽ ഓഫ് അനദർ ബ്രീഡ്. അപ്പോൾ ക്രോസ് ബ്രീഡിങ്ങിൽ എന്താണ്? സുപ്പീരിയർ മെയിലായിരിക്കും, സുപ്പീരിയർ മെയിലും സുപ്പീരിയർ ഫീമെയിലാണ് നമ്മൾ ബ്രീഡ് ചെയ്യുക. ഹിസാഡയിൽ ഈസ് എ ന്യൂ ബ്രീഡ് ഓഫ് എ ഷീപ്പ്. അപ്പോൾ ഹിസാഡയിലാണ് ഒരു പുതിയ ബ്രീഡ് ഇങ്ങനെ ക്രോസ് ബ്രീഡിങ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 250 kg കൗ പ്രൊഡ്യൂസ് 200 gram ഓഫ് പ്രോട്ടീൻ പെർ ഡേ. അപ്പോൾ ഒരു 250 കിലോ ഉള്ളൊരു കൗ 200 gram പ്രോട്ടീൻ മാത്രമേ ഒരു ദിവസം തരത്തുള്ളൂ. ഇൻ സെയിം പീരിയഡ് 250 gram ഓഫ് എ മെത്തോഫൈൽസ് മെത്തൈലോട്രോപ്പസ് പ്രൊഡ്യൂസ് 25 ton ഓഫ് പ്രോട്ടീൻ. അപ്പോൾ നേരെ മറിച്ച് 250 gram മാത്രമുള്ള ഇവരെന്ത് ചെയ്യും? 25 ton ഓഫ് പ്രോട്ടീൻ ഒക്കെ തരുന്നതാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ? അങ്ങനെയാണെങ്കിൽ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദ ആൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ന്യൂട്രീഷൻ ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പോൾ ആനിമൽസിനും അതുപോലെ തന്നെ ഹ്യൂമൻസിനും കിട്ടുന്നൊരു എന്താണ്? അത്രയും ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി ഉള്ളതാണ് എന്ത്? SCP എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? സ്പൈറുലിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മേജർ സ്റ്റെപ്പ് ഫോളോഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ജനറ്റിക് വെറൈറ്റി സ്റ്റാർട്ടിംഗ് ഫ്രം ദ കളക്ഷൻ ഓഫ് ജെംപ്ലാസം അപ് ടു ഇലൂസിഡേറ്റ് ദ കൾട്ടിവേഴ്സ്. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? സ്റ്റെപ്സാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ന്യൂ ജനറ്റിക് വെറൈറ്റി അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സ്റ്റെപ്സ് ആണത്. ബി ക്വസ്റ്റ്യൻ, എ പ്ലാന്റ് ബ്രീഡർ ഹാസ് എ റെയർ വെറൈറ്റി ഓഫ് കൾട്ടിവർ വിത്ത് ഹിം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് ബിക്കം ഇൻഫെക്റ്റഡ് വിത്ത് വിംസ്. സജസ്റ്റ് എ സ്യൂട്ടബിൾ ടെക്നിക് ടു പ്രൊഡ്യൂസ് മെനി വയബിൾ നമ്പർ ഓഫ് പ്രോജനീസ് വിത്ത് എ ഷോർട്ട് നോട്ട്. അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിൽ നിന്നും എങ്ങനെയാണ് ഒരുപാട് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ കൾട്ടിവേറ്റ് ചെയ്തതിൽ എന്താണ്? വൈറസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? മെരിസ്റ്റം കൾച്ചർ ഇൻ ദിസ് മെത്തേഡ് വൈറസ് ഫ്രീ പ്ലാന്റ് ആർ ഡെവലപ്ഡ് ബിക്കോസ് ഇറ്റ് ലാക്ക് കണ്ടക്റ്റിംഗ് ടിഷ്യൂ. അപ്പോൾ മെരിസ്റ്റം കൾച്ചറാണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ നമ്മൾ
മെരിസ്റ്റം അതുപോലെ തന്നെ ഷൂട്ട് ടിപ്പൊക്കെയാണ് യൂസ് ചെയ്യുക. കാരണം എന്താണ്, അവിടെ എന്തില്ല, കണ്ടക്റ്റിംഗ് ടിഷ്യൂ ലാക്കാണ്. അതുകൊണ്ട് തന്നെ വൈറസിന് അവിടെ എഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വാണ്ട് ടു സ്റ്റാർട്ട് എ ബീ കീപ്പിംഗ് ഇൻഡസ്ട്രി, വാട്ട് ആർ യുവർ സജഷൻ ഫോർ സക്സസ്ഫുൾ ബീ കീപ്പിംഗ്? അപ്പോൾ ഒരു പഞ്ചായത്തിൽ എന്താണ് മെമ്പേഴ്സ് എന്ത് തീരുമാനിച്ചു, ഒരു ബീ കീപ്പിംഗ് ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ബീ കീപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെയിം ആൻസർ തന്നെ വരിക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഡയറി ഫാം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്, ബീ കീപ്പിംഗ്, ഫിഷറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ഇൻ ദ സെക്കൻഡ്. ഫസ്റ്റ് ക്രോപ്പും വെറൈറ്റിയും റെസിസ്റ്റൻറ്റ് ഡിസീസും കൊടുത്തിട്ടുണ്ട്. ബിയിലാണെങ്കിലും ക്രോപ്പും വെറൈറ്റിയും ഇൻസെക്ട് പെസ്റ്റോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില്ലിയിലെ ഫ്ലാറ്റ് ബീൻ്റെയും വെറൈറ്റീസാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് ഈസ് ദ എബിലിറ്റി ടു പ്രിവെൻറ്റ് ദ പാത്തോജൻ ഫ്രം കോസിങ് ഡിസീസ്. അപ്പോൾ ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തോജൻ്റെ എതിരെയുള്ള റെസിസ്റ്റൻ്റാണ് റെസിസ്റ്റൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലൂസിഡേറ്റ് ദ സ്റ്റെപ്പ് ഇൻ ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, സ്ക്രീനിങ് ഓഫ് ജംപ്ലാസം ഫോർ റെസിസ്റ്റൻറ്റ്, ദെൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് സെലക്റ്റഡ് പ്ലാന്റ്, സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഹൈബ്രിഡ്സ്, ടെസ്റ്റിംഗ് ആൻഡ് റിലീസിംഗ് ഓഫ് ന്യൂ വെറൈറ്റീസ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, സൈറ്റ് 2 എക്സാമ്പിൾ ഫോർ വൈറസ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്. 2 വൈറസ് റെസിസ്റ്റൻറ്റ് പ്ലാന്റിൻ്റെ എക്സാമ്പിൾ നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. പ്യൂസ സബാദർ ആൻഡ് പെർബാനി ക്രാന്തി. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 2 വെറൈറ്റീസിൻ്റെ നെയിം കൊടുത്താൽ മതി. സെക്കൻഡ് ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടിഷ്യൂ കൾച്ചർ ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ്, വാട്ട് ഈസ് എ സൊമാക്ലോൺ? സൊമാക്ലോൺ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ്. അപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? അപ്പോൾ ഫസ്റ്റ് വൺ സോമാക്ലോൺ എന്താണെന്ന് എഴുതേണ്ടത്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഓഫ് സ്പ്രിങ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ ടിഷ്യൂ കൾച്ചർ ആർ കാൾഡ് സോമാക്ലോൺ. അപ്പോൾ മോർഫോളജിക്കലി ജനറ്റിക്കലി സിമിലർ ആയിട്ട് ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സോമാക്ലോൺ. നമ്മൾ ക്ലോൺ എന്താ പഠിച്ചിട്ടുണ്ടല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ. ക്ലോൺ എന്ത് ചെയ്യുന്നു, മോർഫോളജിക്കലി ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസമാണ് ക്ലോൺ. ഇവിടെ പറയുന്ന പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. അപ്പോൾ എന്താണ്, മോർഫോളജിക്കലി ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള സ്പ്രിങ്സ്. ഓക്കെ, ഐസൊലേഷൻ ഓഫ് സൊമാറ്റിക് സെൽ ഫ്രം 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഡൈജഷൻ ഓഫ് സെൽ വാൾ യൂസിങ് എൻസൈം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, സെൽവാളെ ഡൈജസ്റ്റ് ചെയ്യും എൻസൈം വെച്ചിട്ട്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 വെറൈറ്റീസ് ഫോമിങ് സൊമാറ്റിക് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഈ സെൽവാൾ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോട്ടോപ്ലാസ്റ്റിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യും. കൾച്ചർ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഹൈബ്രിഡ് ടു പ്രോഡക്റ്റ് സൊമാറ്റിക് ഹൈബ്രിഡ്. പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഫ്യൂസ് ചെയ്ത പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ കൾച്ചർ നടത്തും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മേജർ സ്റ്റെപ്പ് ഫോളോഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ജനറ്റിക് വെറൈറ്റീസ് സ്റ്റാർട്ടിംഗ് ഫ്രം കളക്ഷൻ ഓഫ് ജെംപ്ലാസം അപ് ടു എലൂസിഡേറ്റ് ദ കൾട്ടിവേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യും, വേരിയബിലിറ്റീനെ കളക്ട് ചെയ്യും, പിന്നെ നല്ല പാരൻസിനെ സെലക്ട് ചെയ്യും, പിന്നെ ഹൈബ്രിഡൈസേഷൻ നടത്തില്ല ഈ 2 പാരൻസിനെ തമ്മിൽ, പിന്നെ എന്ത് ചെയ്യും, നല്ലതിനെ റിലീസ് ചെയ്യും സെലക്ട് ചെയ്ത് കണ്ട്. ബി ക്വസ്റ്റ്യൻ, എ പ്ലാന്റ് ബ്രീഡർ ഹാസ് എ റയർ വെറൈറ്റി ഓഫ് കൾട്ടിവർ വിത്ത് ഹിം but unfortunately it has affected virus. Suggest a suitable technique to produce many viable number of progenies with a short time. അപ്പോൾ ഒരു ഷോർട്ട് ടൈം കൊണ്ട് ഒരുപാട് പ്രോജനീസിനെ കിട്ടുന്ന ഒരു ടെക്നിക്കിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, മെരിസ്റ്റം കൾച്ചർ ആണല്ലേ. ഇൻ ദിസ് മെത്തേഡ് വൈറസ് ഫ്രീ പ്ലാന്റ് ആർ ഡെവലപ്ഡ് ബിക്കോസ് ഇറ്റ് ലാക്ക് കണ്ടക്റ്റിംഗ് ടിഷ്യൂ. മെരിസ്റ്റം കൾച്ചറാണ്, കാരണം എന്താണ്, അവിടെ വൈറസ് ഫ്രീ പ്ലാന്റ് കിട്ടും, കാരണം അവിടെ എന്തില്ല, കണ്ടക്റ്റിംഗ് ടിഷ്യൂ ഇല്ല. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. വെറൈറ്റിയും കൊടുത്തിട്ടുണ്ട്, ക്രോപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ചെയ്ത് മാച്ച് ചെയ്യണം. പൂസ സ്വർണിം ആരാണ്, ബ്രാസിക്കയാണ് അല്ലേ. പൂസ ശുഭ്ര കോളിഫ്ലവർ ആണ്. പൂസ സൊവാനി ബിൻഡിയാണ്. പൂസ സബാദർ എന്താണ്, ചില്ലിയാണ്. അപ്പോൾ ഓരോ വെറൈറ്റിയും അത് ഏത് ക്രോപ്പാന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ച് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ഔട്ട് ക്രോസിംഗ് ആൻഡ് ക്രോസ് ബ്രീഡിംഗ് ആർ 2 ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ഔട്ട് ബ്രീഡിംഗ് ആനിമൽസ്. ഹൗ ഔട്ട് ക്രോസിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്രോസ് ബ്രീഡിംഗ്. അപ്പോൾ ഔട്ട് ക്രോസും ക്രോസ് ബ്രീഡും തമ്മിൽ ഡിഫറൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഔട്ട് ക്രോസ് എന്താണ്, ഇറ്റ് ഈസ് എ മേറ്റിംഗ് ഓഫ് അനിമൽ വിത്ത് ദ സെയിം ബ്രീഡ് ബട്ട് ഹാവ് നോ കോമൺ ആൻസിസ്റ്റർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദെയർ പ്രീഡിഗ്രി അപ് ടു 4 to 6 ജനറേഷൻ. അപ്പോൾ ഔട്ട് ക്രോസ് എന്താണ്, സെയിം ബ്രീഡിനെ തന്നെയാണ് മേറ്റ് ചെയ്യുന്നത്, പക്ഷേ എന്താണ്, കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവാൻ പാടില്ല. ക്രോസ് ബ്രീഡിംഗ് എന്താണ്, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് മേറ്റിംഗ് സുപ്പീരിയർ മെയിൽ ഓഫ് 1 ബ്രീഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽ ഓഫ് അനദർ ബ്രീഡ്. അപ്പോൾ ഈ ക്രോസ് ബ്രീഡിംഗ് എന്താണ്, മെയിലും ഫീമെയിലും എന്തായിരിക്കണം, സുപ്പീരിയർ ആയിരിക്കണം, അതിന് തമ്മിലാണ് മേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഡിംഗ് ക്രോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്രീസ് ന്യൂട്രീഷൻ ക്വാളിറ്റീസ് കാൾഡ്. ന്യൂട്രീഷൻ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുള്ള ബ്രീഡ് ക്രോപ്പിനെ പറയുന്ന പേര് എന്താണ്, ബയോ ഫോർട്ടിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രാക്ടീസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഹണി ബി ഫോർ പ്രൊഡക്ഷൻ ഈസ് കാൾഡ് ബീ കീപ്പിംഗ്. അപ്പോൾ ഹണി ബീനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് ബീ കീപ്പിംഗ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചാപ്റ്റർ നന്നായി പഠിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.